കലിയുഗം മുതൽ ത്രേതായുഗം വരെ യുഗയുഗാന്തരങ്ങൾ കടന്ന് 7 വൻകരകളും കടന്ന് വാരാണസി എത്തുകയാണ്. കഥയൊളിപ്പിച്ചു പറഞ്ഞ ടീസറിൽ തുടങ്ങുകയായി ഇന്ത്യൻ സിനിമയുടെ വൺ ആൻഡ് ഓൺലി ഹിറ്റ് മെഷീൻ രാജമൗലിയുടെ പുതുരഥയാത്ര. ഇത്തവണയത് ഹനുമാൻ സ്വാമിയുടെ വൈഭവങ്ങളിലേക്കാണ്. ഒരു നോളൻ ലോകത്തെ പോലെ വണ്ടർ അടിപ്പിക്കുന്ന ടൈം ട്രാവൽ സാഗയാകുമോ വാരാണസി എന്ന തിയറികളിലേക്ക് സോഷ്യൽ മീഡിയ കടക്കും മുൻപ് തന്നെ തീവ്ര വലത് ഹാൻഡിലുകൾ അവരുടെ വജ്രായുധവുമായി എത്തിയിട്ടുണ്ട്. രാജമൗലിക്കെതിരെ കേസും സിനിമയ്ക്ക് ബോയ്ക്കോട്ടും. ടൈറ്റിൽ റിവീൽ ചടങ്ങിലെ ഹനുമാൻ പരാമർശത്തിൽ തന്നെ അവർ ആ സൂചന നൽകി. രാജമൗലി നീക്കു ഇൻക ബാഡ് ടൈം സ്റ്റാർട്ട്. ഒരേ അച്ചിൽ വാർത്ത പുരാണ സിനിമകൾ കൊണ്ട് രാജ്യത്തെ ഏറ്റവും സെലിബ്രേറ്റഡ് സംവിധായകനായി തീർന്ന രാജമൗലി വളമിട്ട് വളർത്തിയ അതേ കൂട്ടം തിരികെ കല്ലെറിയുന്ന കാഴ്ച. ഏറ്റവും ഒടുവിലത്തേത് വാരാണസി എന്ന പേരിനുള്ള വിലക്കാണ്. രാജമൗലിക്കും രക്ഷയില്ലാത്ത സൈബർ ആക്രമണങ്ങൾ. കർമ്മണ്യവാധികാരസ്ഥയെ മാ ഫലേഷു കഥാചന എന്ന കൃഷ്ണവചനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഹിന്ദു ധർമ്മം. ഇന്ന് കാണുന്ന ഹിന്ദുമതം രൂപപ്പെടുന്നതിനു മുൻപ് തന്നെ ഹിന്ദു ധർമ്മം ഉണ്ടായിരുന്നു. അതൊരു ജീവിത രീതിയാണ്. മതാടിസ്ഥാനത്തിൽ ഞാനൊരു ഹിന്ദു അല്ല, പക്ഷേ ഹിന്ദു ധർമ്മപ്രകാരം ഞാനൊരു ഹിന്ദുവാണെന്ന് രാജമൗലി മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. RRR എന്ന സിനിമയുടെ പ്രൊമോഷൻ വേദികളിലൊന്നിൽ തന്റെ വിശ്വാസത്തെയും തുറന്നു കാട്ടുന്നുണ്ട്. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്നതാണ് എൻ്റെ ഉത്തരം. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പാണ്, ഇന്ന് ചിത്രീകരിക്കപ്പെടുന്ന വിധത്തിലുള്ള ദൈവങ്ങളിലോ മതങ്ങളിലോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സൂപ്പർ പവർ എന്താണെന്ന് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നവരും തത്വചിന്തകരും പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ന്യൂക്ലിയർ ഫിസിക്സും മറ്റ് ഡീപ് സയൻസും എനിക്ക് മനസ്സിലാകാത്തതുപോലെ തന്നെയാണ് ഇതും. അത് തിരിച്ചറിയുന്ന കാലത്ത് ഇതിനൊരു ഉത്തരം ഉണ്ടായേക്കാം. തന്റെ നാസ്തികത രാജമൗലി അവിടെ വെളിപ്പെടുത്തിയപ്പോൾ വലത് ഹാൻഡിലുകൾക്ക് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം അന്ന് കൊമേഴ്ഷ്യൽ പൊതിയിൽ ആ സംവിധായകൻ സമ്മാനിച്ചത് മധുരം തോന്നിപ്പിക്കുന്ന പ്രോപ്പർ പ്രൊപ്പഗാൻഡ ഫോർമാറ്റ് ചിത്രമായിരുന്നു. ഓസ്കാർ വേദിയോളം വലിപ്പത്തിൽ RRRന്റെ മഹത്വം വളർന്നപ്പോഴും രാജമൗലി തന്റെ ഹിന്ദു പരിവേഷത്തെ മുറിപ്പെടുത്താത്ത വിധം അതേ അവിശ്വാസം വെളിപ്പെടുത്തിയിരുന്നു. രാജ്യം കണ്ട ഏറ്റവും തിളക്കമുള്ള ഗ്രാൻഡ് ഇവന്റിൽ വാരാണസിയുടെ ടൈറ്റിൽ റിവീലിംഗിനായി എത്തിയപ്പോഴാണ് രാജമൗലിയുടെ ദൈവവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടത്. അതിവൈകാരികമായ ഒരു വേദിയിൽ ടൈറ്റിൽ റിവീലിംഗിൽ ഉണ്ടായ ടെക്നിക്കൽ ഗ്ലിച്ചുകളിലുണ്ടായ നിരാശയിലാണ് രാജമൗലി സംസാരിച്ചത്. എനിക്കിതൊരു വൈകാരിക നിമിഷമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നെ അച്ഛൻ പറഞ്ഞു, ഭഗവാൻ ഹനുമാൻ എൻ്റെ പിന്നിലുണ്ടെന്നും എന്നെ നയിക്കുന്നുണ്ടെന്നും. ഇങ്ങനെയാണോ അദ്ദേഹം എന്നെ പരിപാലിക്കുന്നത്? ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ദേഷ്യം വരുന്നു. എൻ്റെ ഭാര്യയ്ക്കും ഹനുമാൻ സ്വാമിയെ ഇഷ്ടമാണ്. അവൾ തൻ്റെ സുഹൃത്തെന്ന മട്ടിൽ ഹനുമാനോട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അവളോടും ദേഷ്യം തോന്നുന്നു എന്ന വാക്കുകളാണ് ആരാധകരിൽ ചിലരെ ചൊടിപ്പിച്ചത്. ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തിയതിന് രാഷ്ട്രീയ വാനരസേന എന്ന വലതു സംഘടന രാജമൗലിക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മുൻപൊരിക്കൽ രാമഭക്തിയെക്കുറിച്ചുള്ള ഒരു ആരാധകന്റെ ചോദ്യത്തിന് രാജമൗലി നൽകിയ ട്വീറ്റ് ഇപ്രകാരമാണ്: ഞാൻ ഒരിക്കലും രാമനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. വിഷ്ണു അവതാരങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയം കൃഷ്ണനോടാണ്. അന്നത് ചർച്ചയായില്ലെങ്കിലും ഇന്നത് വലത് രാഷ്ട്രീയത്തിന് ഭീഷണിയായി തോന്നുകയാണ്. രാജമൗലിക്ക് രാമനെ ഇഷ്ടമല്ലെന്ന് പറയുന്നു. പിന്നെ എന്തിന് ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് സിനിമ എടുക്കുന്നു? ഹിന്ദു ദൈവങ്ങളെ വിൽപ്പന ചരക്കാക്കുകയാണോ തുടങ്ങി കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ നിറയുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. അതേസമയം വാരാണസി എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഉപയോഗിക്കാനാവില്ലെന്ന വാദവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രാജമൗലിക്കെതിരെ രംഗത്തുണ്ട്. CH സുബ്ബറെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ള രാമബ്രഹ്മ ഹനുമ ക്രിയേഷൻസ് എന്ന നിർമ്മാണ കമ്പനി ഇതേ പേര് മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പറയുന്നത്. 2023 രജിസ്റ്റർ ചെയ്ത പേരിന്റെ ഉടമസ്ഥാവകാശം 2025 ജൂൺ മുതൽ 2026 ജൂൺ വരെയുള്ള കാലത്തേക്ക് വീണ്ടും പുതുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും പ്രതിസന്ധികൾ ഒന്നിനൊന്ന് വാരാണസിക്ക് പുറകിലായി ഉയരുന്നുണ്ട്. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങി മുൻനിര താരങ്ങൾ അണിനിരക്കുന്ന സ്വപ്ന ബജറ്റിലൊരുക്കുന്ന നീണ്ടകാലത്തെ ഷൂട്ടിംഗ് വേണ്ടുന്ന ബ്രഹ്മാണ്ഡ ചിത്രമാണ് വാരാണസി. നിരവധി രാജ്യങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കുന്ന സിനിമയ്ക്ക് അനൗൺസ്മെന്റ് മുതൽ വമ്പൻ ഹൈപ്പായിരുന്നു. എന്നാൽ ബോയ്ക്കോട്ട് വിവാദങ്ങളിൽ തുടക്കത്തിലെ പതറുന്ന ചിത്രം അതിനെല്ലാം വിഷ്വൽ മാജിക് കാട്ടി തിരിച്ചടിക്കുമോ എന്നറിയാൻ 2027 വരെ കാത്തിരിക്കണം. നായകന്റെ പേര് കേട്ട് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത കാലത്തു നിന്നും പോസ്റ്ററിൽ തെളിയുന്ന ഒരു സ്റ്റാമ്പ് കണ്ട് പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വെറും 12 ചിത്രങ്ങളുടെ കാലമേ ആയിട്ടുള്ളൂ. അതാണ് SS രാജമൗലി എന്ന സംവിധായകന്റെ ബോക്സ് ഓഫീസിലെ സിഗ്നേച്ചർ. ലോജിക്കുകൾക്ക് പൂട്ടിയിട്ട് അയാൾ ഒരുക്കുന്ന ലോകത്ത് അടങ്ങിയിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നതും ആ 12 സിനിമകൾ എന്ന അടയാളങ്ങളാണ്. ആ മഹാമേരുവിനെ തളയ്ക്കാൻ ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾക്കാകുമോ എന്ന് കണ്ടറിയാം.